നമസ്കാരം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി പ്രസ്ഥാനത്തിന് പ്രതീക്ഷിച്ചതിലുപരി നേട്ടം കൈവരുമെങ്കിലും വ്യക്തിപരമായിട്ട് ആനുകൂല്യങ്ങളോ അംഗീകാരമോ സ്ഥാനമാനങ്ങളോ കുറയുവാനാണ് യോഗമുള്ളത്. ഒരുപക്ഷെ സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരുടെയും ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനും യോഗമുണ്ട്. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുവാനുള്ള ഒരു ആശയങ്ങൾ വന്നു ചേരുന്നത് യുക്തിപൂർവം സ്വീകരിക്കുകയായിരിക്കും നന്നാവുക. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും സുഗമമാകുമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനും പരീക്ഷ ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ വളരെ വിഷമിച്ച് എഴുതേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനും യോഗമുണ്ട്. സന്ധി സംഭാഷണത്തിൽ വളരെ ആത്മസംയമനം നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ്. ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണത കൈവരുവാനും ലക്ഷ്യപ്രാപ്തി നേടുവാനും അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള ഫലം വന്നു ചേരുവാനും യോഗം കാണുന്നുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. മാതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പല ദിവസങ്ങളിലും അവധി വേണ്ടി വരുവാനും വിദേശത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ ജന്മനാട്ടിൽ വന്ന് തിരിച്ചു പോകേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനും യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അറിവും കഴിവും പ്രാപ്തിയും എല്ലാം ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള രീതിയിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്തത് വഴി പ്രത്യേകിച്ച് ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഏതു മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവരവരുടെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുന്നത് നല്ലതാണ്. വേണ്ട വിധത്തിൽ ബുദ്ധിയും കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും പരീക്ഷയിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കണമെങ്കിൽ ശിവക്ഷേത്രത്തിൽ പരീക്ഷ കഴിവോളം നിത്യവും ജലധാരയും കദളിപ്പഴ നിവേദ്യമൊക്കെ നടത്തുന്നത് ഓർമ്മശക്തി വർദ്ധിക്കാനും ആ തീർത്ഥമൊക്കെ സേവിക്കുന്നതും പൊതുവെ ഒരുവിധം നല്ലതുമാണ്. വ്യക്തി വിദ്വേഷം ഒഴിവാക്കി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനുള്ള യോഗമുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള അനുഭവങ്ങൾ കുറയും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനുള്ള അവസരമുണ്ടാകുമെങ്കിലും പലപ്പോഴും രാത്രിയിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സാഹചര്യങ്ങൾക്കനുസരിച്ചും സമാന ചിന്താഗതി ഇല്ലാത്തവരുമായിട്ടുള്ള സംസർഗത്തിൽ നിന്നും പിന്മാറുവാനും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ പ്രവർത്തന മേഖലകൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പകർച്ചവ്യാധി പിടിപെടുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാവാത്തത് വഴി ഒരുപക്ഷെ രാജിവെക്കണമോ എന്നുള്ളൊരു ആലോചനയൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ പരമാവധി ഇങ്ങനെയുള്ള ആലോചനയിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വരുന്ന ഒക്ടോബർ മാസം വരെ നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിക്കുന്നതോ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തി മണ്ഡലങ്ങളോ ഒന്നും തന്നെ അത്ര ഉചിതമല്ലാത്തത് കൊണ്ട് ആയതിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുവാനായിട്ട് പലപ്പോഴും ചർച്ചകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മനസ്സില്ലാ മനസ്സോടെ മേലധികാരികൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കുന്നതും അനുസരിക്കുന്നതും ഗുണകരമായി തീരുവാനുള്ള യോഗം കാണുന്നുണ്ട്. വ്യക്തി വിദ്വേഷം ഒഴിവാക്കി പ്രസ്ഥാനത്തിൻ്റെ താല്പര്യം മുൻനിർത്തി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ആത്മസംയമനത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളെ കൊണ്ട് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനുള്ള യോഗം കാണുന്നുണ്ട്. പുനഃപരീക്ഷയിൽ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. എന്നാൽ പരീക്ഷ ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ അവതരിപ്പിക്കുവാനായാലും അസുഖങ്ങൾ മാറുവാനായാലും പ്രത്യേകമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനകളും
വഴിപാടുകളൊക്കെ നടത്തുന്നതും ആത്മസംയമനം സ്വീകരിക്കുന്നതും ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ വേണ്ടതാണ്. നമസ്കാരം.